ഇവിടെ ഇതാണ് നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റും റേഡിയസ് ഓഫ് ഗൈറേഷനും കണ്ടുപിടിക്കുന്ന അപ്പാരസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ടല്ലോ, ഫ്ലോട്ടിംഗ് ബോഡി ഇവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ, അതായത് എത്രത്തോളം വാട്ടർ ലെവൽ റൈസ് ആയിട്ടുണ്ടോ നമ്മൾ എടുക്കണം. അത് ഫ്ലോട്ടിംഗ് ബോഡി ഈ ടാങ്കിൽ കിടക്കുമ്പോൾ എത്രത്തോളം റൈസ് ആയിട്ടുള്ളത് ഏതാണ്ട് നമുക്കൊരു 40 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഇപ്പം ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങുന്നത്. എന്നിട്ടൊരു 40 ആ ഒരു റേഞ്ച് വരും. അതിനുശേഷം ഈ ഫ്ലോട്ടിംഗ് ബോഡി നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ 40 കുറഞ്ഞ വാല്യൂ ആയിരിക്കും, ആ വാല്യൂ എടുക്കാം. എന്നിട്ട് ഇതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു വാല്യൂ അതിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് പ്രധാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ബോഡി നമ്മൾ വെറുതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇത് 0-യിലാവണം എന്നുള്ളതാണ് ഈ ഗേജ്. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഇത് റൊട്ടേറ്റ് ചെയ്യാം. ഇത് രണ്ടും ബാലൻസ് ചെയ്താണ് ഇവിടെ 0 ആക്കുന്നത്. ഇത് 0 ആക്കിയ ശേഷം മാത്രമേ നമ്മളിത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. നമുക്ക് ഈ ഹൈറ്റ്, വാട്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് എടുക്കുന്നതിന് അത് പ്രശ്നമല്ല. പക്ഷേ ഇതിന് ശേഷം ഇവിടെ നമുക്ക് വെയിറ്റ് ഹാങ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 100 ഗ്രാം 200 ഗ്രാം 300 ഗ്രാം അങ്ങനെ 3 വെയിറ്റ് ഉണ്ട്. നമുക്ക് ഏത് വെയിറ്റ് ആണോ എക്സാമിന് എടുക്കാൻ പറയുന്നത് അതനുസരിച്ച് ഇവിടെ ഹാങ് ചെയ്യുക. അപ്പം ഇവിടെ ആദ്യം നമുക്ക് ലെഫ്റ്റും റൈറ്റും അതിൻ്റെ മീനും എടുക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഇവിടെ ഇപ്പം 300 ഗ്രാം, അതായത് 3 ബ്ലോക്ക് ആയിരിക്കും 100 ഗ്രാമിൻ്റെ, അത് ഹാങ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു ചരിവ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എത്രത്തോളം വാല്യൂ ഡിഫ്ലക്ഷൻ കാണിച്ച് എത്ര ഡിഗ്രി വന്നെന്നുള്ളത് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അത് ഏതാണ്ട് ഒരു 2.5 അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വരും. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടു, ഈ സെൻറ്റർ തൊട്ട് എവിടെയാണ് നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്ത് അതിനുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഇവിടെ തൊട്ട് ഇവിടം വരെ. ഇത് തമ്മിൽ ഏതാണ്ട് ഒരു 2.5 സെൻറ്റിമീറ്റർ വ്യത്യാസം കാണും. ഇത് ഏതാണ്ട് ഒരു 4 സെൻറ്റിമീറ്ററോളം വരും. അത് മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എടുത്തോളം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ എടുക്കാം, എന്നിട്ട് അതിൻ്റെ മീൻ എടുക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് സെയിം ആയിരിക്കാൻ കിട്ടുന്നത്, മീൻ എടുക്കാം. ഇനിയിപ്പം അടുത്ത ഡിസ്റ്റൻസിലേക്ക് മാറ്റി കിട്ടും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. ഇവിടെ ഇപ്പം 300 വെയിറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടത്. അവിടെ എത്രത്തോളം ഡിസ്റ്റൻസ് വേണമെന്നുള്ളത് നമ്മൾ എടുത്തു, എത്രത്തോളം ആംഗിൾ ഡിഫ്ലക്ഷൻ വേണമെന്നുള്ളത് എടുത്തു. അതിപ്പോൾ ഒരു 2.5 എന്നൊരു 3 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എത്രയാണോ എടുക്കുക, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എടുക്കുക. അങ്ങനെ നമ്മൾ എത്രത്തോളം സീരിയൽ നമ്പർ എത്രത്തോളം ടൈംസ് എടുക്കണോ അത്രത്തോളം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക. ഇതാണ് എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ നമ്മൾ 10 ഓസിലേഷനുള്ള ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അപ്പാരറ്റസ് ഇങ്ങനെ നിർത്തിയ ശേഷം ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. 10 ഓസിലേഷൻ എത്ര ടൈം എടുക്കുന്നു അതനുസരിച്ച് അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒരു ഓസിലേഷൻ എടുക്കുക, ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. ഏതാണ്ട് പറയുമ്പം ഇവിടെ വരുന്ന ആംഗിൾ തന്നെ ഇപ്പുറത്തും വരണം എന്നുള്ളതല്ലേ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഏതാണ് കാണിക്കണം, അത് ഇവിടെ വരുമ്പോൾ ഒരു ഓസിലേഷനായി, രണ്ടാമത്തെ ഓസിലേഷനായി, മൂന്നാമത്തെ ഓസിലേഷനായി, അങ്ങനെ 10 ഓസിലേഷനുള്ള എടുക്കണം. അത് ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ഒരു ഓസിലേഷൻ ഉള്ളത് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്ന വഴിയാണ് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂ കിട്ടുന്നത്. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം എടുത്തിട്ടാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ T/2π എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതുകൂടിയുണ്ട് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈ അപ്പാരറ്റസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ.